നടൻ ഷൈൻ ടോം ചാക്കോയും മോഡൽ തനൂജയും വേർപിരിഞ്ഞ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാണ്. ഷൈൻ സിനിമ പ്രൊമോഷനിൽ എത്തി വീണ്ടും താൻ സിംഗിളായെന്ന് തുറന്നു പറഞ്ഞതും തനിക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും വ്യക്തമാക്കിയതിന് പിന്നാലെ തനൂജ ലൈവിലെത്തി പങ്കുവച്ച കാര്യങ്ങളായിരുന്നു ഇരുവരുടെയും വേർപിരിയൽ വാർത്തകൾ ചർച്ചയാകാൻ കാരണം. എന്നാലിപ്പോൾ താൻ ലൈവിലെത്തി പറഞ്ഞത് ഷൈനിനെ കുറിച്ച് അല്ലെന്നാണ് തനൂജ പറയുന്നത്. തങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ലെന്നും രണ്ടുപേർ തമ്മിലുള്ള ബന്ധത്തിനിടയിൽ മൂന്നാമതൊരാൾ ഉണ്ടാകരുതെന്നും തനൂജ പറയുന്നു. തനൂജയുടെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ ലൈവിൽ ഇടയ്ക്ക് വരുന്നതാണ്. ഒരു ദിവസം നോക്കിയപ്പോൾ ഞാൻ പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് എതിരായി ന്യൂസായി വരുന്നു. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് രണ്ടുപേരെയും കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു വീഡിയോ കിടക്കുന്നു. ആൾക്കാർ അത് ഷൈൻ ചേട്ടനെ കുറിച്ചാണെന്ന് ചിന്തിക്കും. ഞാൻ അതാണ് ലൈവിൽ വന്നത്. ലൈവിൽ ആളുകൾ ഷൈൻ എവിടെ, ബ്രേക്കപ്പ് ആയോ എന്നൊക്കെ ചോദിക്കുന്നു. അതിനൊന്നും ഞാൻ മറുപടി കൊടുത്തിട്ടില്ല. ഒടുവിൽ സഹിക്കെട്ടാണ് ഞാൻ പറഞ്ഞത് ആ ടോപ്പിക് ഞാൻ വിട്ടതാണ് എന്ന്. ഷൈൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കിപ്പോകുന്നു, ഞാൻ എൻ്റേതും. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. എനിക്കൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അത് പബ്ലിക്കിൽ വന്നിട്ട് പറയാൻ താല്പര്യമില്ല. ഞാൻ എല്ലാം ഉള്ളിലൊതുക്കുന്ന ആളാണ്. പിന്നെയും എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയൂ, ഷൈൻ ചേട്ടൻ്റെ മനസ്സിൽ അദ്ദേഹത്തെപ്പറ്റി ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ലൈവിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് ഒന്നും ഉള്ളിലൊതുക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഉമ്മ പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന്. ഞാൻ പറഞ്ഞത് ഷൈൻ ചേട്ടനെ പറ്റിയല്ല, അത് എൻ്റെ രണ്ട് സുഹൃത്തുക്കളെ പറ്റിയാണ്. അവർ പോയ ഷോക്ക് എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അത് ഭയങ്കര സങ്കടമാണ് ഇപ്പോഴും. ലൈവിൽ ഞാൻ സുഹൃത്തുക്കളെ പറ്റി പറഞ്ഞത് ഷൈൻ ചേട്ടനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന വിധത്തിൽ യൂട്യൂബ് ചാനലിൽ കണ്ടന്റ് ഓടുകയാണ്. ഞാൻ ഷൈൻ ചേട്ടനെ പറ്റി അല്ല പറഞ്ഞത്. ഷൈൻ ചേട്ടനെ പറ്റി ഞാൻ അങ്ങനൊന്നും തന്നെ പറയുകയുമില്ല. അദ്ദേഹം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇൻ്റർവ്യൂവിൽ പോലും എന്നെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ എങ്ങനെയാണ് ആളെ മോശമാക്കി പറയുന്നത്? ആളെ കൊണ്ട് എനിക്ക് ഉപകാരങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അവരുടെ കുടുംബം എന്നെ തെറ്റിദ്ധരിക്കരുത്. അവർ എന്നെ പൊന്നുപോലെയാണ് നോക്കിയിട്ടുള്ളത്. ആ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ വന്നത്. ഞങ്ങൾ ബ്രേക്കപ്പായി, പക്ഷേ ഉള്ളിൽ എപ്പോഴും അദ്ദേഹം ഉണ്ടാകും. ഞങ്ങൾക്കിടയിൽ എന്താണ് ഉണ്ടായതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പെട്ടെന്ന് കോണ്ടാക്റ്റ് കട്ട് ചെയ്തു പോയി. അതിൻ്റെ കാരണം എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്താണ് കാരണമെന്നറിയാൻ വേണ്ടി ഞാൻ ഷൈനിനെ ബന്ധപ്പെടാൻ ശ്രമിക്കാറുണ്ട്. ആൾക്ക് എപ്പോഴും പ്രാധാന്യം സിനിമയാണ്. സിനിമ ചെയ്യണം എന്ന വിചാരമേ മനസ്സിലുള്ളൂ. ഞങ്ങൾ തമ്മിൽ അടിയുണ്ടാകുമ്പോൾ ചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് കാരണമായിരിക്കാം ഇങ്ങനെ പോയത് എന്ന് ഞാൻ കരുതുന്നു. ചേട്ടൻ ഒരു റിലേഷനെ പറ്റിയ ആളല്ല എന്ന് ചേട്ടൻ തന്നെ പറയുന്നത് കേട്ടു. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്നെ അത്രമാത്രം നോക്കിയിട്ടുണ്ട്. ചിലപ്പോൾ വഴക്കുണ്ടാകും എന്നല്ലാതെ എന്നെ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പോയത് എന്താണെന്ന് എനിക്ക് അറിയില്ല. ചേട്ടനെ എപ്പോഴും ഞാൻ കൂടെ വേണമെന്നായിരുന്നു. ഇടയ്ക്ക് ഞാൻ അവിടെ നിന്ന് മാറി സുഹൃത്തുക്കളോടൊപ്പം പോകാറുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് വിഷമം വരും. അതിൻ്റെ പേരിലൊക്കെയാണ് ചില പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളത്. ഒരു വ്യക്തിയുമായി ഒത്തുപോകാൻ പറ്റില്ല എങ്കിൽ വിവാഹത്തിന് മുന്നേ ആ ബന്ധം നിർത്തുന്നതാണ് നല്ലത്. എന്തിനാണ് വെറുതെ ഒരു വിവാഹമോചനം സൃഷ്ടിക്കുന്നത്? നമുക്ക് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ആദ്യമേ നോക്കിയത്. പറ്റില്ല എങ്കിൽ ഇനി നിന്നിട്ട് കാര്യമില്ല. പക്ഷേ എനിക്ക് എന്നും ഒരു സുഹൃത്തായി ഷൈൻ അവിടെ ഉണ്ടാകും. ഞങ്ങൾ ഒരിക്കലും ശത്രുക്കൾ അല്ല. ഷൈൻ ചേട്ടനെ എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. ഇനി എന്നും അതുണ്ടാകും. ജീവിതം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. എൻ്റെ പഠനവും മോഡലിങ്ങുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നാണ് തനൂജ പറഞ്ഞത്.